ഹായ്, ഞാനിന്നിവിടെ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് വെറും പഴംപൊരിയല്ല, സ്റ്റഫ്ഡ് പഴംപൊരി. നേന്ത്രപ്പഴത്തിനുള്ളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ച് നിറച്ചിട്ട് അത് വറുത്തെടുക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. നേന്ത്രപ്പഴം 2, മൈദ 100 ഗ്രാം, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, ശർക്കര ആവശ്യത്തിന്, അവൽ കുറച്ച്, ചിരകിയ തേങ്ങ കുറച്ച്, ഉപ്പ് 1/2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, നെയ്യ് 2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ പാത്രത്തിലേക്ക് ആദ്യം മൈദ ഇടുകയാണ്. ഇനി അതിന് പുറമെ സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇത്രയും ചേർത്തതിന് ശേഷം ഞാനൊരല്പം ഫുഡ് കളർ ഇവിടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് കട്ടിക്കൊന്ന് കലക്കിയെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ. പഴംപൊരിക്കുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഞാനിവിടെ കുറച്ച് അവലും തേങ്ങയും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തേങ്ങയുടെ ശർക്കരയുടെ നനവ് കൊണ്ട് തന്നെ അത് മിക്സ് ആവും. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് പഴം എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ മുറിക്കുക, 2ആയിട്ട് മുറിച്ച് മാറ്റരുത് കേട്ടോ. നടുക്കൂടൊന്ന് കീറുക മാത്രമേ ചെയ്യാവുള്ളൂ. കണ്ടില്ലേ, ഇതുപോലൊന്ന് വിളർന്ന് വെച്ചാൽ മതി. അതിനകത്തേക്കാണ് ഇനി അവലിൻ്റെ മിശ്രിതം നിറയ്ക്കേണ്ടത്. ഞാൻ ഈ അവൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ നെയ്യിലൊന്ന് വറുത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക്. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നീളമായി പോകും വീഡിയോ. ഇനി നമുക്കിത് പഴത്തിലേക്ക് നിറച്ച് കൊടുക്കാം. മാവ് കുറേ സമയം ഇങ്ങനെ വെച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഴം നിറച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങാം. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയോ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ചേർക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ കളറൊക്കെ ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ കാണാൻ തന്നെ അതൊരു ഇഷ്ടവും ഉണ്ടാകും, കഴിക്കാനും വളരെ ഇഷ്ടം തോന്നും. ഇപ്പം ഞാനിവിടെ 2 പഴവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാവിനകത്ത് മുക്കി വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പഴം നിറച്ചത് മാവിനകത്ത് മുക്കി ഒന്ന് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് പഴം ഇടുമ്പോൾ സൂക്ഷിക്കണേ, ഒരല്പം മാറി നിന്ന് പതുക്കെ വേണം ഇടാൻ. പഴം ഒരു സൈഡ് തന്നെ ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഒക്കെ ഇടണേ, ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഒരു സൈഡ് മാത്രം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ സ്റ്റഫ്ഡ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് മുറിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും അവർക്കിത് കഴിക്കാൻ. നല്ല രുചിയുണ്ട് ഇതിന് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ.